രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള KSU പ്രതിഷേധത്തിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് DYFI സംഘടിപ്പിച്ച പ്രകടനമാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. ഒരു ജനപ്രതിനിധിയോടും രാഷ്ട്രീയ നേതാവിനോടും ചേരാത്ത വിധത്തിലുള്ള അസഭ്യമായ മുദ്രാവാക്യങ്ങൾ ചിന്താ ജെറോം വിളിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഈ പ്രകടനത്തിൽ ചിന്താ ജെറോം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രകടനത്തിനിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അസഭ്യവുമാണെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കോൺഗ്രസ് കൊല്ലൂർവിള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസുദ്ദീൻ റാവുത്തർ നൽകിയ പരാതിയിലാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. ചിന്താ ജെറോം ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 55 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുക, ലഹള സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘം ചേരുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രകടനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ചിന്താ ജെറോമിനെതിരെ ഉയർന്നത്. ഒരു സ്ത്രീ എന്ന നിലയിലും മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിലും പുരോഗമനപരമായ നിലപാടുകൾ പറയുന്ന ഒരാൾ ഇത്തരത്തിൽ അശ്ലീലം കലർന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ മാന്യമായ ഭാഷ ഉപയോഗിക്കാത്തത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.